ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ ഇന്ത്യ ഡേ ഇൻ മൈ ലൈഫാ കാണുന്നത്. ഞാനാണ് എന്റെ വീട്ടിലെ ഏറ്റവും ഫസ്റ്റ് നീച്ചല്. ഇന്ന ഞാൻ ആരും എടുക്കാനൊന്നും വരില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ കടക്കും. ഇന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്റെ പേര് ഞാൻ പറഞ്ഞു. എന്റെ പേര് സൈനാദം. പിന്നെ ഇഷ്ടമുള്ള കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ആദ്യട്ടാണ് വിളിച്ചത്. എനിക്കിപ്പോ 8 മാസം ആയിക്കണേ. ഇന്നാലും ഇപ്പൊ എനിക്ക് 8 മാസം കഴിക്കണു. 5 മാസമല്ലേ മച്ചിയെ. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാനാണല്ലോ വീട്ടിലെ ചെറിയ കുട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ വലിയ കേൾക്കലുണ്ട്. എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ഉമ്മച്ചിയാണ്. ഈ ഉമ്മച്ചിന്റെ ഒരു കാര്യം രാവിലെ അങ്ങനെ നീച്ച എനിക്കൊരു അന്തമുടലാണ്. എന്റെ ഇപ്പൊ എനിക്കൊന്നും കാട്ടാനുമില്ലല്ലോ. ആകെ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുത്തം തന്നെ. ഈ വീട് മൊത്തം ഞാൻ 100 വട്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടുത്തി പോയിട്ട് ഞാൻ മടുത്തുക്കണം. ഇനിക്കൊന്നും ഓടാൻ പഠിച്ചണം. സ്കൂൾക്കൊക്കെ പോകുമ്പോ സ്ട്രോങ് ആവണം. യാദിക്കും എന്താ പിന്നെ താത്ത അവിടെ കാട്ടുന്നത് കാക്കോ? അയ്യോ, എന്ത് ചിണ്ടാക്കിക്കണത്? ഇന്ത്യ അല്ലേന്നോ? ഇന്ത്യന്റെ ഫ്ലാഗ് ഉണ്ടാക്കിക്കണേ. എനിക്ക് ആരതൊക്കെ പഠിപ്പിച്ചേ? അത് കുടിച്ചേ. നീ പറഞ്ഞ ഇവൾ ഇന്റെ താത്ത തന്നെയാണ്. ഓളും പിന്നെ സ്കൂൾക്കൊന്നും പോകാത്തോണ്ട് ഇന്റെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ടൈം പോണ തന്നെ അറിയില്ല. കണ്ടിലോളും ഞാൻ ഈറടിപ്പിച്ചു. പക്ഷെ എനിക്ക് ഈറടിച്ച് നല്ലോണം കൊടുക്കും. അതെ, ഞാൻ ഈ കണ്ണമാരൊന്നല്ല കേട്ടോ. ഞാൻ ഇച്ചിരി ക്രൂരനാണ്. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. ഇന്റെ മുഖം കണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ? പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഇമ്മച്ചി ഒരു ദുഷ്ടി ഇമ്മച്ചിയാണ്. ഇപ്പൊ എല്ലാരും മട്ടനും ബീഫും ഒക്കെ തിന്നലുണ്ട്. എന്നിട്ട് പോലും എനിക്കുള്ളത് എല്ലാരും ആ സാധനാണെങ്കിൽ കണ്ണിട്ടാ കണ്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാലന്നെയാണ്. അത് പിന്നെ എനിക്ക് എന്റെ അമ്മച്ചി ഇങ്ങനെ കുറെ തെല്ലൊക്കെ ഉണ്ട്. എന്റെ അമ്മച്ചിന് എനിക്ക് എന്തോ ഇഷ്ടം കാര്യം. പിന്നെ എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ എന്റെ അമ്മച്ചിന്റെ ടീമിൽ തന്നെയാണ്. അങ്ങനെ തിക് ഫ്രണ്ട്സ് ആളാണ്. പിന്നെ രാത്രി അവിടെ ഫുൾ ആൾക്കാരെ. ഇവിടെ ആണെങ്കിൽ ഒരു സ്കൂളിൽ അത്ര ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാരും പാടി വന്ന പിന്നെ ഞാൻ ഏറില്ല. പിന്നെ ഒരാൾ അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുക്കും അങ്ങനെ കാട്ടുന്നു. പക്ഷെ ഓലക്ക് എനിക്ക് നല്ല ഇഷ്ടാട്ടോ. എല്ലാരും അടിപൊളിയാണ്. ഈ അതിന്റെ കാക്കുകളിൽ എല്ലാരും അടിപൊളി തന്നെ. പിന്നെ വേറെ ഒരുത്തുണ്ട്. ഓനക്ക് പിന്നെ എന്റെ വീഡിയോ എടുത്താൽ മാത്രം മതി. ഓനെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് വലുതാവട്ടെ. ഓന്റെ അന്ത്യം ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ. ഓനാണെങ്കിൽ എന്നെ എപ്പോഴും ഇങ്ങനെ ഈറടിപ്പിച്ചിട്ടേക്ക്. കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ ഓനെ കാട്ടുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കാക്കുവാട്ടോ. ഓനാണ് എന്റെ എപ്പോഴും ഉണ്ടാവല്ലേ. എനിക്ക് ഓനി നല്ല ഇഷ്ടമാണ്. ഓനാണ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചൊക്കെ തരില്ല. ഞാൻ വലുതാകുമ്പോഴത്തേനും കുറെ പ്രാക്ടീസ് ഒക്കെ പഠിപ്പിച്ചു. ഞാൻ വലുതായിട്ടൊന്നും വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കുറെ പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ആദ്യം ചെയ്യണമെന്നുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ട് എവിടുന്ന് തുടങ്ങേണ്ടത് എനിക്കറിയില്ല. ഒക്കെ ഇങ്ങനെ കിട്ടുണ്ട്. എന്തായാലും ഓരോ പ്ലാനുകളും ഞാൻ മനസ്സിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. എല്ലാ പ്ലാനുകളും ഞാൻ ബുക്കിലൊക്കെ എഴുതാണ്ട് എനിക്ക്. ഇപ്പൊ ഈ ആദ്യം എത്ര വയസ്സ്? 8 മാസമല്ലേ? അപ്പൊ അടുത്ത 8 മാസം ആകുമ്പോൾ എനിക്ക് എഴുതാൻ പഠിച്ചണം. എല്ലാ സംഭവങ്ങളൊന്നും ഷെഡ്യൂൾ ചെയ്ത് വെക്കാണ്ട് എനിക്ക്. അതാണ് ഇപ്പൊ എന്റെ ഒരു മാസ്റ്റർ പ്ലാൻ. ഇത് എന്തിനാടാ ഇന്ന് നോക്കണത്? എന്റെ ഒരു പ്ലാനും നിങ്ങൾ ഒരാളും അറിയില്ല. എന്റെ പനക്ക് വേണ്ടത് ഇന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചാൽ നിൽക്കേണ്ടത്. അന്നോടെ ഞാൻ പറഞ്ഞ മര്യാദക്ക് അടങ്ങി നിന്നോണ്ട് അടുത്ത് മെച്ചി പിന്നെ കാട്ടു നോക്കി നോക്കാം. ഞാൻ എന്റെ പച്ചിനോട് പറഞ്ഞാൽ എനിക്ക് നല്ലോണം കിട്ടും. പച്ചിന്റെ അടുത്ത് ഇനി ഇതിനെ തൊട്ട് ഞാൻ എന്റെ പച്ചിനെ എന്തായാലും വിളിച്ചു. മര്യാദക്ക് അവിടെ അടങ്ങി നിന്നോ. അന്നൊക്കെ അടിച്ചാൽ ശരിക്കും ഞാൻ തന്നെ മതി ശരിക്കും. ഇനി ആദ്യം കാക്കൂന് തച്ചു എന്നുള്ള പേര് വരച്ചിട്ട് ഇനി ചിന്ന എന്തെങ്കിലും കാട്ടി ഞാനാണ് കടിച്ചു തന്നെ. നമ്മളായിട്ട് കളിയോണ്ട് എന്റെ മേത്ത് എന്റെ കയ്യും നൂടുച്ചു. അന്നിലാണ് എന്റെ സൂപ്പർ ഹീറോ എത്തിക്കണു. ഇമ്മേ ആരെപ്പറ്റി സൂപ്പർ ഡാഡി എത്തിയല്ലോ. എനിക്ക് നല്ല സന്തോഷമായിക്കും. ഇനി എനിക്ക് എന്തെങ്കിലും കാട്ടാണ്ടെങ്കിൽ കാട്ടട മോനെ കാട്ടേ. എന്താണ് എനിക്ക് എന്റെ പച്ചിനെ പേടിയാണില്ലേ? ഇത്ര ഉള്ളടാ ജോക്കെ പഠിച്ച തമ്പുരാൻ എന്റെ താത്താക്ക് എന്താ പറ്റിയത്? ഇതുവരെ താത്താക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നല്ലോ. ഇതെന്തേലും കാട്ടു കാക്കോളെ നല്ല പഠിച്ചോനെ. ഇതിപ്പോ ഡാൻസ് ചെയ്യുന്നില്ലേ? ഇതിനെ കളിയാക്കേണ്ട വരുത്. എനിക്കിത് ഡാൻസ് ചെയ്യുന്നൊക്കെ അറിയായിരുന്നു. പിന്നെ ഞാൻ കളിച്ചോടിച്ചിട്ട് പറയാതെന്നതല്ലേ. എന്റെ താത്താക്ക് പറയാനുള്ളത്. ഞാനൊന്നുമില്ല എന്റെ ഡാൻസ് കളിച്ചാ. ഈ സാധനമൊക്കെ എനിക്ക് നല്ല അറിയാം. അങ്ങോട്ട് മാറി നിൽക്കി താത്ത, ഞാൻ കാട്ടിത്തരതൊക്കെ. ഇതിന് സത്യത്തിൽ ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. ആദ്യം കയ്യിലൊരു വളം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അയിമക്ക് ഇങ്ങനെ അടിക്കുക. അപ്പൊ ഇതിങ്ങനെ പല സൗണ്ട് ആയിക്കാണ്ട് ഇങ്ങനെ വരും. ഇതിപ്പോ എന്റെ എത്ര അടിച്ചിട്ട് ഒച്ച വരാത്ത പഠിച്ചോനെ. ഒച്ച വന്നില്ലാണ്ടെങ്കിൽ എന്താ കാട്ടുകാരോ? നാറ്റാക്കിലേറി സ്പീഡിൽ ഇങ്ങനെ അടിക്കുക. അപ്പോഴും പിന്നെ ഒച്ച ഒന്നും വന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തുക. അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ ഒന്നും പേര് ചെയ്യാനൊന്നുമില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. ഇതിന്റെ വണ്ടിന്റെ ഹെൽമെറ്റ് ആണല്ലോ. ഈ ഹെൽമെറ്റ് പേരെ പൊട്ടിച്ചത് ആരും. എന്റെ ഹെൽമെറ്റ് ഒക്കെ പൊട്ടിച്ചു വന്നേക്കണം മച്ചേ. ഈ സാധനമാണെങ്കിൽ വലിച്ചിട്ട് കണ്ട് കിട്ടണല്ലോ. ഇങ്ങോട്ട് വാടാ ഹെൽമെറ്റ്. എങ്ങോട്ട് വാ. ഇതിപ്പോ അങ്ങോട്ട് നീങ്ങി പോകണല്ലോ. ഞാൻ എന്തൊരു ഇതാണിത്? ഇങ്ങനെയുണ്ടല്ലോ ഇത്. ഇതെന്താ ഞാൻ തൊട്ടാ അങ്ങോട്ട് പോണത് പഠിച്ചോനെ. അപ്പൊ ഗൈസ്, ഞാൻ പുതിയ ബാഗ് ഒക്കെ വാങ്ങിക്കണു. ഇനി അതിനെ സ്കൂൾ കുമ്പാടും ചേർത്താൽ മതി. കണ്ടില്ല നിങ്ങൾ എന്റെ പുതിയ ബാഗ്? നല്ല എന്റെ ബാഗ് കാണാൻ. ഈ സാധനം ഞാൻ ഇപ്പൊ തന്നെ മേടിച്ച എന്തിനാ? ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ ബാഗിന് വില കൂടും. അപ്പൊ നമ്മൾ പൈസ എന്തിനാ വെറുതെ കളയണത്? ഈ അതിന്റെ ബുദ്ധി ഉണ്ടല്ലേ, വിമാനാണ്. എന്റെ മെച്ചീറ്റല്ലേ പോണത്. ചതിച്ചു ഇങ്ങോട്ട് കൊടുന്നോണ്ടിട്ടോ. മുട്ടവച്ചിയും പരിപ്പാടി. കുട്ടിനെ ഇവിടെ ഒറ്റക്കായി കാണ്ട് പോകും. പരിപ്പാടാ കുട്ടി ആദ്യം മെച്ചിനും പോയി അതാ പാടാ. ഇന്നാലും ആ ദുഷ്ടത്തി മമ്മിയും ഡാഡിയും പാടി ഇന്നെ കൂട്ടാതെ പോയില്ലേ? ഓലും കണ്ട് പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് ആദ്യക്ക് സങ്കടമൊന്നുമില്ലേ? ആദ്യക്ക് നിങ്ങളെല്ലാരും ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഞാൻ കറിയണത്? ഞാൻ ഫുൾ ടൈം ഹാപ്പി തന്നെയാണ്. ഇന്നാലും ഓലെ രണ്ടാളും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോയിട്ട് 2 കപ്പിൾസ് ആളും ഇന്നാലും പോലെ രണ്ടാളും ഞാൻ കൂട്ടാതെ പോയല്ലോ പഠിച്ചോനെ. അതിനുള്ള പണി ആദ്യം കൊടുത്തിരിക്കും. ഇന്നോലെ രണ്ടാളും നമുക്ക് ഉറങ്ങാനാക്കണ്ട. ഓൽക്ക് ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് കൂടിയിരിക്കണം. അങ്ങനെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പറ്റൂലേ. ഓൽക്കുള്ള പണിയൊന്നും ഞാൻ പ്ലാൻ ചെയ്യട്ടെ. ശരി, ഓല് രണ്ടാളും ഇന്റെ അടുത്തൽ കിടക്കുക. ഇനി രണ്ടാളും ഞാൻ ഉറങ്ങാനാക്കൂല. അതന്നെ എന്റെ പ്ലാൻ. ഞാനത് മറന്നു പോകുന്നതിന് മുമ്പ് എഴുതിയ കെട്ടപ്പെടോടെങ്കിൽ നമ്മളേറ്റ പോലെ കളി എങ്ങനെയാണ്
കണ്ട അതിന്റെ ബുദ്ധി എല്ലാവർക്കും ഇഷ്ടമായോ? ഇങ്ങനത്തെ വല്ല പണി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിന് വിളിച്ചാൽ മതി. ആദ്യം വലിപ്പമില്ലാന്ന് തന്നെ ഉള്ളൂ, ബുദ്ധി നല്ലോണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. ഒരു ദിവസം കാണിച്ചുതരാം. ഞാൻ പണി കൊടുക്കുന്ന കാണങ്ങൾ എല്ലാവരും കാത്തുന്നു. ഞാൻ ഫോണിൽ നിന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ ഇപ്പൊ എന്റെ പറക്കണൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ല സൂപ്പറാട്ടോ. അടിയൊക്കെ താത്തല്ലേ അങ്ങനെ തന്നെ പൊക്കിക്കോ. കണ്ടില്ല ഞാൻ ഇപ്പൊ ഒരു സൂപ്പറാതമായിക്കണു. എനിക്കിപ്പോ പറക്കാനൊക്കെ വയ്ക്കുമല്ലോ. എല്ലാരും ഞാൻ പറ്റിച്ചേ. എന്റെ കാക്കു ആക്കണതാണ്. ഞാൻ എല്ലാരും പറ്റിച്ചില്ലേ. കണ്ടില്ല എനിക്ക് വേണമെങ്കിൽ സൂപ്പർമാൻ ആവാ, സ്പൈഡർമാൻ ആവാ, എന്തോ ആവാ എനിക്ക് വേണമെങ്കിൽ. പക്ഷെ എനിക്ക് അങ്ങനൊന്നും ആവണ്ട. എനിക്കൊന്നും ആദ്യം വലുതായാൽ മതിയായിരുന്നു. എന്നിട്ട് എനിക്ക് പുറത്തു കൂടെ ഒന്ന് പോവാണ്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് ബോറടിച്ചുണ്ട്. പക്ഷെ എന്റെ കാക്കോളൊക്കെ പറയലുണ്ട് ചെറുതാവണേണ് രസം. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് വലുതാവാനാ ഇഷ്ടം. നമുക്ക് എന്തായാലും നോക്കി നോക്കാലോ. ഏതാ രസം നമുക്ക് നോക്കാലോ. എനിക്ക് ആദ്യം കുറച്ച് നല്ല ഫുഡ് കഴിക്കാണ്ട്. അതാണ് എനിക്ക് വലുതായ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ എനിക്ക് എന്താ ആകെ പാലിലായെന്നുള്ളൂ. അതിനൊരു മോചനം ഈ ആദിക്ക് വേണം. അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉള്ളത്. ഇപ്പത്തെ അവസ്ഥ എന്താ കാര്യം. കിട്ടിയ സാധനമൊക്കെ ഞാൻ തൊള്ളി കൊണ്ടുപോയിടും. എന്നിട്ട് എനിക്ക് നല്ലോണം ചീത്തയും കേൾക്കും. ഇപ്പൊ എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാ കണ്ടു. ഒളിച്ചോളിയെ കളിച്ചിട്ട് നല്ല ഇഷ്ടാ. താത്തൊക്കെ എപ്പോഴും കളിച്ചു ഒളിച്ചോളി കണ്ടു. ഒക്കെ എനിക്ക് കളിച്ചണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് വേഗം വലുതായാ മതിയെന്ന് എനിക്ക്. എന്റെ ഇപ്പോഴും കഴിഞ്ഞില്ലേ. ഒളിച്ചോളി കണ്ടു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമെങ്കിൽ കമന്റ് ഇടും. പിന്നെ സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ.